ഉണ്ണിമൂന്തൻ നായകനായിട്ടൊരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കുറേ വിവാദങ്ങളുണ്ടാകും. പക്ഷേ ഈ സിനിമയുടെ പേരും പുള്ളിയുടെ രാഷ്ട്രീയമോ പുള്ളിയുടെ കാഴ്ചപ്പാടുകളോ അങ്ങനെ ഒരു ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമല്ല. ഗണേഷ് എന്നാണ് ഉണ്ണിമൂന്തൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര്. പുള്ളി ഒരു കാർട്ടൂണിസ്റ്റാണ്, പുള്ളി ഒരു എത്തിക്കൽ ഹാക്കറാണ്. അപ്പോൾ പുള്ളി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാർട്ടൂൺ കഥാപാത്രം അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ കഥാപാത്രമാണ് ജയ് ഗണേഷ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ കഥ. ഒരു ആക്സിഡൻറ്റ് പറ്റി അരക്കത്തായിട്ട് തളർന്നിരിക്കുന്ന വീൽ ചെയറിൽ ജീവിതം കഴിയുന്ന ഒരു വ്യക്തി, അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അയാളുടെ മാനസികവും ശാരീരികവുമായി അയാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം കാണിച്ച് തന്നെയാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി രഞ്ജിത്ത് ശങ്കർ എന്ന സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ എവിടെയോ ടച്ച് ചെയ്ത് പോയി. കുറേ കാര്യങ്ങൾ സംസാരിച്ചും കുറേ കാര്യങ്ങൾ തൊട്ടും തലയോടിയും ഒക്കെ പോയി ആദ്യ ഭാഗം എങ്ങനെയോ സിനിമ കഴിച്ചുകൂട്ടി. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡ്, ഒരു ത്രില്ലർ മൂഡിലേക്ക് സിനിമ മാറുകയാണ്. അതിൽ കുറേ ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം ത്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. സിനിമ തീരുമ്പോഴും നമ്മളതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഹാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അല്പമൊക്കെ ലോജിക്കൊക്കെ ചിലത് കാണിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഉണ്ണിമൂന്നൻ്റെ പ്രകടനം തന്നെയാണ്. നോർമൽ ജീവിതശൈലി നയിച്ചുകൊണ്ടിരുന്ന ആളൊരു ആക്സിഡൻറ്റിൽ പറ്റി അയാൾക്ക് ഇങ്ങനത്തെ ഒരു അപകടം പറ്റുമ്പോൾ അയാളുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പുള്ളിക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. പുള്ളി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് ശങ്കർ ആസ് എ സംവിധായകൻ ഒരു ഓക്കെ ഫീൽ തന്നു എന്നല്ലാതെ പുള്ളിയുടെ മറ്റ് സിനിമകളെ വെച്ചൊക്കെ കമ്പയർ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും പുള്ളിയുടെ ഇതിനു മുമ്പത്തെ പ്രോജക്റ്റുകളെ വെച്ചൊക്കെ നോക്കുന്ന സമയത്ത് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു നോർമൽ സിനിമ തരാറുണ്ട്. അതേപോലത്തെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഓക്കെ സിനിമ, ഒരു വാച്ചബിൾ സിനിമ, അതിനു മേളിലൊന്നുമില്ല. ജയ് ഗണേഷ്.